ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നല്ല അടിപൊളി ഒരു കറിയുടെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. ഓണമൊക്കെ അല്ലേ, അപ്പം എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ അതാണ്ട് കുമ്പളങ്ങയും കുറച്ച് വൻപയറും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു ഓലൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ? അതിന് മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്തേക്കണേ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ വൻപയറൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പിലും താഴെയായിട്ട് വൻപയർ ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കുതിർത്ത് എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ, അതായത് ഇത് വേവാൻ പാകത്തിന് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ചേ ഉള്ളൂ, അപ്പം കുറച്ച് മാത്രം വെള്ളം ചേർത്താൽ മതി. അപ്പോൾ വെള്ളം കൂടെ ചേർത്തിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ വൻപയറിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഈ കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ വൻപയറൊക്കെ വെന്ത് വരുന്നവരെയും ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഞാനത് കുതിർത്തൊന്നും വെച്ചിട്ടില്ല, അതുകൊണ്ടൊരു 4-5 വിസിൽ കേൾക്കേണ്ടി വരും കേട്ടോ. ഇനി നിങ്ങൾ കുതിർത്ത് വെച്ചിട്ടാണ് ഇത് വേവിക്കുന്നതെങ്കിൽ ഒരു 2 വിസിൽ കൊണ്ടൊക്കെ ഇത് വെന്ത് വരും കേട്ടോ. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് അടുപ്പത്തേക്ക് മാറ്റാം. ഇപ്പോൾ ദാണ്ട വൻപയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. കുതിർത്തൊന്നും വെച്ചില്ലെങ്കിലും നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു ചട്ടിയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാണ്ട് ഞാൻ എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന കുമ്പളങ്ങ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ടേ ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക്, ഞാൻ ഇവിടെ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു സ്പൈസ് ലെവലിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കാര്യം നമുക്ക് എരിവിന് വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതിട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വീഡിയോയിൽ ചിരിച്ചു എന്ന് പറഞ്ഞ് 1-2 പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ബോറാണെന്നൊക്കെ കരുതി എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ചിരിക്കുന്നത് അത്ര ബോറാന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചിരി ഞാൻ നിർത്തുന്നില്ല. അപ്പം ഇനി ഇതിലേക്ക് 2-ാം പാല്, തേങ്ങയുടെ 2-ാം പാല്, അതായത് ഒരു തേങ്ങേൻ്റെ ഹാഫ് പോർഷൻ മൊത്തം എടുത്തിട്ടുണ്ട് കേട്ടോ. 2-ാം പാല് മാത്രം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ചേർത്താൽ മതി ഇപ്പം, പിന്നെ നോക്കിയിട്ട് നമുക്ക് ചേർക്കാം. ഇനി നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കാണുമ്പോഴേ നല്ലൊരു രസമാണ് കറി കാണാൻ വേണ്ടിയിട്ട്, അതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ കറിക്ക്. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെച്ചിട്ട് നന്നായിട്ട് ഈ കുമ്പളങ്ങയൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെയും ഒന്നങ്ങ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദാണ്ട് ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ആ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ദാണ്ട് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോഴത്തേനും നമുക്ക് ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള 1-ാം പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി എടുക്കാം. ഈ സമയം ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണേ, ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഒരല്പം കുറവുള്ളതായിട്ട് തോന്നിയുകൊണ്ട് ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കിയിട്ട് ഇനി അധികം തിളപ്പിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. 1-ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കാത്തതാണ് നല്ലത്. അപ്പം നമുക്ക് പതിയെ ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. അപ്പം ഇത്രയും മതി കേട്ടോ. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ഓലനാണ്. അപ്പം നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.